ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ എപ്പിസോഡ് 4 ഒരു റിവ്യൂ ആൻഡ് അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മളിപ്പം വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നമുക്കറിയാം റോങ് ആയ ജഡ്ജ്മെൻറ്റ്സ്. ഇത് പ്രേക്ഷകരുടെ തീരുമാനത്തോടു കൂടി നടത്തേണ്ട ഒരു കാര്യമാണ്. അൾട്ടിമേറ്റ്ലി ഇതൊരു പ്രേക്ഷകരുടെ ഷോ ആണ്. അവിടെ ജഡ്ജ്മെൻറ്റ്സിൻ്റെ റോങ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റിൻ്റെ പേരിൽ 4 പേര് ഇന്നലെ ഔട്ടായി. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്ന ആൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയല്ല തോന്നുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ പിടിച്ച് ഔട്ടാക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ള പേഴ്സണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഒരു ഗുണവും ഇല്ലാത്ത 3 ജഡ്ജസ്. അതിലാകെപ്പാടെ കുറച്ച് ക്വാളിറ്റി ഈ ഷോയിൽ ഒരു സ്റ്റാൻഡേർഡ് കാണിച്ചിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ രഞ്ജിനി ഹരിദാസാണ്. അഖിൽമാരാറിൻ്റെയൊക്കെ അവസ്ഥ നമുക്കറിയാം. പക്ഷേ ഈ ബിഗ് ബോസിൻ്റെ സംഭവത്തിൽ അഖിൽമാരാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയും ടാസ്കുകൾ വിശദീകരിച്ച് കൊടുക്കുകയും അതുപോലെ ഒരു കോൺഫിഡൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അഖിൽമാരാറിന് സാധിക്കുന്നുണ്ട്. റിയാസൊക്കെ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് വേസ്റ്റ്. ഒരു കാര്യം ചെയ്യുന്നില്ല, വെറുതെ അവിടെ വന്നിരുന്നിട്ട് കുറേ കാര്യങ്ങൾ കാണിക്കുക അല്ലാതെ അവരെ കോസ്റ്റ്യൂമും അവരെ മേക്കപ്പും കാണിക്കുക എന്നല്ലാതെ പ്രത്യേകിച്ച് ഗെയിമിന് അല്ലെങ്കിൽ ഈ ഷോയിന് ഒരു അഡീഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിലും നല്ല വേറെ ആരെങ്കിലും വെക്കുന്നതായിരുന്നു നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ 4 പേരെ അവർ ഔട്ടാക്കിയിട്ടുണ്ട്. അൺഫെയർ എന്ന് വെച്ചാൽ പക്ക അൺഫെയർ എവിക്ഷൻ. ഒരുവിധം ഇതുമില്ലാതെ ഇവർ പറയുന്ന ടാസ്കിൻ്റെ പേരിൽ മാത്രമല്ല, പിന്നെ എന്ത് തേങ്ങയുടെ പേരിലാണ്, പേഴ്സണാലിറ്റി, ഇവരുടെ ഇടയിലേക്ക് എത്തിപ്പെടാത്ത ആൾക്കാർ, അങ്ങനെയൊക്കെ പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇവർ എത്തിപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്ന ആൾക്കാരൊക്കെ ഷോ ജയിച്ച് കയറിയതും മറ്റുള്ള കാര്യങ്ങളിലോട്ടേക്കൊക്കെ എത്തിയതെന്നൊക്കെ പറഞ്ഞാൽ പ്രേക്ഷകരുടെ സപ്പോർട്ട് കൊണ്ടാണ്. അല്ലാതെ അവിടുത്തെ ഒരാൾ ലാലേട്ടന് ഇരുന്നിട്ട് ഒരാളെ സെലക്ട് ചെയ്തത് കൊണ്ടോ ലാലേട്ടന് ഇഷ്ടമുള്ള ആൾക്കാരെ എടുത്തത് കൊണ്ടോ അല്ല. ഒന്നാമത് ഈ ഒരു അഗ്നിപരീക്ഷ എന്ന് പറയുന്ന സംഭവത്തിൽ എന്തിനാണ് ഈ 40 ആൾക്കാരെ എടുത്തുകൊണ്ടെന്ന് വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഒരു 10 ആൾക്കാരെ എടുത്തിട്ട് അവർക്ക് എല്ലാവർക്കും വോട്ടിംഗ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതിയായിരുന്നില്ല. ഈ 40 ആൾക്കാരൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് എന്ത് ഷോ കാണിക്കാനാണ്? അതിൽ കൂടിപ്പോയ 2-3 ആൾക്കാരെ എടുത്താൽ ഭാഗ്യം. അത്ര എനിക്ക് പറയാനുള്ളൂ. അത് ഇന്ന് ഒരു ഡിസ്കസ്റ്റിംഗ് ടാസ്ക് ആയിരുന്നു. ഭക്ഷണം കുത്തിക്കയറ്റുന്നത്, അതിൻ്റെ ഇടയിൽ വൊമിറ്റ് ചെയ്യാൻ വരുന്നത്, ഇതൊക്കെ ഏത് കാലത്തുള്ളതാണ്? വേറെ എന്തെങ്കിലുമൊക്കെ കഴിവുള്ള കാര്യങ്ങൾ കാണിച്ചൂടെ? ഈ TV ഷോസ് തുടങ്ങിയ കാലം തൊട്ടിട്ടുള്ള സാധനമാണ് ഈ തീറ്റ ഷോ ഒക്കെ. അത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വന്നത്. എന്നാലും അത് വളരെ ഡിസ്ഗസ്റ്റിംഗ് ആയിരുന്നു. ഭക്ഷണം കയറ്റുക, ഛർദ്ദിക്കുക, അത് ഇതൊക്കെ കാണിച്ചുകൊണ്ടിരുന്നിട്ട് അത് ഡിഫിക്കൽട്ടാണ്. പക്ഷേ അതൊന്നും ഒരു സുഖമുള്ളൊരു കൈൻഡ് ഓഫ് ടാസ്ക് ഒന്നും അല്ല. കാണുമ്പം തന്നെ തീരെ ഇഷ്ടപ്പെടുന്നൊരു സംഭവമല്ല. അതുപോലെ ഇന്ന് ആ പെൻഡൻറ്റ് ഇൻഫിനിറ്റി പെൻഡൻറ്റ് കുറേ ആൾക്കാർക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഷിജുവിനാണ് നല്ലൊരു ഇതായിട്ട് ഒരു ടീമിൽ നിന്ന് കിട്ടിയത്. പിന്നെ ജയിച്ച ടീം എന്ന് പറഞ്ഞാൽ അഖിൽമാരാർ. അതും നോക്കണം. ഈ ബിഗ് ബോസിൻ്റെ കാര്യം അഖിൽമാരാറിന് വേണ്ടി ഉണ്ടാക്കിയതാണ് തോന്നുന്നത്. അഖിൽമാരാർ ഇടപെട്ട് കഴിഞ്ഞാൽ ആ ഗെയിമും കാര്യങ്ങളെല്ലാം ജയിക്കാൻ വേണ്ടി നല്ല സാധ്യതയുണ്ട്. പുള്ളി അത് എങ്ങനെയെങ്കിലൊക്കെ ജയിപ്പിച്ചെടുക്കും, എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അതിലേറ്റവും മോശം പെർഫോമറായിട്ട് വന്നത് റിയാസിൻ്റെ ടീമായിരുന്നു. ഇന്ന് ജഡ്ജസിൻ്റെ ടീം ഇതായിട്ട് തിരിച്ചിട്ടാണല്ലോ കണ്ടസ്റ്റൻസ് ഓരോ ആൾക്കാർ പെർഫോം ചെയ്തത്. അങ്ങനെ ഇന്നത്തെ എലിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉണ്ടായിരുന്ന അൺഫെയർ എന്ന് പറഞ്ഞാൽ പൂജേനൊക്കെ പിടിച്ച് ഔട്ടാക്കി. പൂജ എന്ത് നല്ലതാണ് പെർഫോം ചെയ്തിരുന്നത്. പൂജ അഗ്രസീവാണ്. ഇത് പണ്ട് ശ്രീശാന്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ, ശ്രീശാന്ത് ഔട്ടായതിനു ശേഷം ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അഗ്രഷൻ നല്ലതാണ്, അങ്ങനെയായിരുന്നു, അങ്ങനെയൊക്കെ ഒരാൾ വേണമെന്നൊക്കെ. പൂജ അഗ്രസീവാണെന്ന് പറഞ്ഞിട്ട് അവരെ പിടിച്ച് ഔട്ടാക്കി. ഇന്ന് നല്ല അസലായിട്ട് പൂജ അഭിനയിച്ച് കാണിച്ചു. അത്രയും നന്നായിട്ട് ആരും അഭിനയിച്ച് കാണിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വൻ അൺഫെയർ ആയിരുന്നു. അതുപോലെ അസിയനെ കാണുമ്പോൾ തന്നെ നമുക്ക് ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്നൊക്കെ തോന്നും. പക്ഷേ അത്രത്തോളം പ്രസൻസ് സംസാരത്തിൽ എത്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആകെ 4 എപ്പിസോഡോ മറ്റേ ആയിട്ടുള്ളൂ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്. കുറച്ചും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അഫിയ ഒക്കെ ബിഗ് ബോസ് സൂപ്പർ മെറ്റീരിയലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് ഇന്നത്തെ സംഭവം എനിക്ക് കണ്ടിട്ട് തോന്നിയത് വളരെ മോശമായി. ഈ സംഭവത്തിന് എന്തെങ്കിലും ഒരു തീരുമാനം ഇവരെടുക്കണം, ഹോട്ട്സ്റ്റാർ, ജിയോ, ഏഷ്യാനെറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരിക്കലും നേർവഴിക്കല്ല പോകുന്നത്. ഇത് പ്രേക്ഷകരുടെ തീരുമാനം ഇല്ലാണ്ട് ഫൈനൽ 5 പീപ്പിളിനെ നിങ്ങൾ എടുക്കരുത്. അത് വോട്ടിംഗ് എന്തെങ്കിലുമൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതി. കാരണം ജഡ്ജ്മെൻറ്റിൻ്റെ ഇതെന്ന് പറഞ്ഞിട്ട് ഒന്നും തന്നെ ശരിയാവുന്നില്ല. വരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ വേറെ ഓരോന്നാണ്. അവർ പേഴ്സണാലിറ്റി എന്നൊന്നും പറയുന്നത് നമുക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുപോലെ ക്വാളിറ്റിയുള്ള പല കണ്ടസ്റ്റൻസിനെയും ഇവർ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. അതുപോലെ ഇന്ന് ക്ലബ് FM വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ അനഘ, അവരും നല്ല സംസാരിക്കാനൊക്കെ കഴിവുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. പേഴ്സണലി അവിടെയുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള കുറേ ആണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ് ഔട്ടായി പോയ ആൾക്കാരുടെയും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ആ ഷോയിൽ കയറി കഴിഞ്ഞാൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും അടി ഉണ്ടാക്കുക എന്നല്ലാതെ പോയിന്റിൽ പറയാനുള്ള കഴിവൊന്നും അവർക്ക് ഉണ്ട് എന്നൊന്നും കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പം തന്നെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ. നാളെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമോ, വരുമോ, ഈ ജഡ്ജസ് മാറുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും നോക്കാം, കണ്ടിരുന്നറിയാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.